ശക്തമായ ത്രികോണ മത്സരത്തിന്റെ ഒരു ഫീല് തന്നെയാണ് രതീഷ്. അതിനുമുമ്പ് എക്സിറ്റ് പോൾ പുറത്തു വന്നതിന് ശേഷം ആകാംക്ഷയും ഒപ്പം തന്നെ ആശങ്കയും എല്ലാം തന്നെ മൂന്ന് മുന്നണികൾക്കും ഉണ്ട്. അപ്പോൾ നമുക്കറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, കഴിഞ്ഞ 3 തവണയായി, അതായത് 15 വർഷമായി തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുന്ന ശശി തരൂർ എന്ന വൻമരം ഈ ത്രികോണ മത്സരത്തിൽ വീഴാൻ സാധ്യതയുണ്ടെന്നതാണ്. അടുത്ത അനുയായി കൂടിയായ മുൻ MLA കെ ശബരിനാഥൻ, ശശി തരൂർ എന്ന വൻമരം വീഴുമോ? ശശി തരൂർ എന്ന വൻമരം പൂത്തുലഞ്ഞ തന്നെ തിരുവനന്തപുരത്ത് നാളെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് തന്നെയുണ്ട്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ചാനൽ നടത്തിയിട്ടുള്ള അഭിപ്രായ സർവേയിൽ പോലും UDF തോൽക്കുമെന്ന് പറയുന്നില്ല. അതുമാത്രമല്ല ഗ്രൗണ്ടിലുള്ള ഫീൽ കൂടി നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ മികച്ചൊരു വിജയം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഡോക്ടർ തരൂരിന് ലഭിക്കും. ഞാനൊരു കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല, പക്ഷെ ഉറപ്പായിട്ട് ഒരു 5% കൂടുതലുള്ള ഒരു വോട്ട് മാർജിൻ ഉറപ്പായിട്ട് അദ്ദേഹം വിജയിക്കും. ഈ പറഞ്ഞ ഗ്രാമീണ മേഖലകളിൽ കോവളവും നെയ്യാറ്റിൻകരയും പാറശാലയും അടങ്ങുന്ന മേഖലകളിൽ നിന്ന് നല്ലൊരു മാർജിൻ ഉണ്ടാകും. നേമത്ത് പോലും ഞാൻ പറയുകയാണ്, BJP കഴിഞ്ഞ തവണ നേമത്ത് ലഭിച്ച 12,000 വോട്ടിന് ഭൂരിപക്ഷം നേമത്തും ലഭിക്കില്ല എന്നുള്ള ഒരു റീഡിംഗ് ആണ് നമുക്കുള്ളത്. സിറ്റി മേഖലകൾ നമ്മൾ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കും. തീരദേശ മേഖലകളിലും ഗ്രാമീണ മേഖലയിലും നല്ല മുന്നേറ്റം ഉണ്ടാകും. നേമത്ത് പോലും BJPയുടെ കഴിഞ്ഞ തവണത്തെ 12,000 ലീഡ് ഉണ്ടാവില്ല. നല്ല മാർജിൻ സേഫ് ആയിട്ട് തന്നെ ഡോക്ടർ തരൂർ. അതായത് ശശി തരൂരിന്റെ ഒരു തുറുപ്പ് ചീട്ടെന്ന് പറയുന്നത് തീരദേശം തന്നെയായിരിക്കും ശബരിയുടെ ഒരു കണക്കൂട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ GRL നമ്മുടെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ന്യൂനപക്ഷ വോട്ടുകൾ, ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ ശശി തരൂരിനൊപ്പം ഭൂരിപക്ഷം നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ തരൂർ ജയിക്കുമെന്നാണ്. അതായത് തരൂർ ജയിക്കുമെന്ന് CPIM ഈ ഘട്ടത്തിൽ കരുതുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അദ്ദേഹത്തിന്റെ മറുപടി കേട്ടപ്പോൾ തരൂർ ജയിക്കും എന്നുള്ളൊരു ഫീലിംഗ് ആണ് അദ്ദേഹം നൽകിയത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നെയ്യാറ്റിൻകര, പാറശാല, കോവളം മേഖലകൾ ഇന്റർനാഷണൽ കോൺഗ്രസ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള തിരുവനന്തപുരത്തെ പ്രദേശങ്ങൾ, നഗരത്തെക്കാൾ കൂടുതൽ ഈ മേഖലകളാണ്. അവിടെയൊക്കെ നല്ല വർക്ക് നടന്നിട്ടുണ്ട്. ആ വർക്കിനോടൊപ്പം നിന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും ഡോക്ടർ തരൂരിന് വോട്ട് ചെയ്തിട്ടുണ്ട്. പലരും പറയുന്ന പോലെ നഗരത്തിലൊക്കെ ഇപ്രാവശ്യത്തെ വലിയൊരു അനുകൂല ഘടകം BJP സ്ഥാനാർത്ഥിക്ക് ഉണ്ടെന്ന് പറയുന്നത് തെറ്റാണെന്നാണ് എൻ്റെ ഒരു അനുമാനം. BJPക്ക് കിട്ടുന്നൊരു വോട്ട് നഗരത്തിൽ നിന്ന്, വട്ടിയൂർക്കാവിൽ നിന്നും, തിരുവനന്തപുരം സെൻട്രലിന്റെ ഭാഗങ്ങളിൽ നിന്നും, നേമത്ത് നിന്ന്, കഴക്കൂട്ടത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ പിടിച്ചു തന്നെ നിൽക്കുന്നതാണ് എനിക്ക് എന്റെ പൂർണ്ണമായ വിശ്വാസം. രതീഷ്, അതായത് AICC അധ്യക്ഷനായിട്ട് ശശി തരൂർ മത്സരിച്ചപ്പോൾ മറ്റെതിർപ്പുകളും നോക്കാതെ കട്ടയ്ക്ക് കൂടുന്നതാണ് ശബരി. അപ്പൊ ശബരി ഒരു കാര്യം, അതായത് ഈ കഴിഞ്ഞ 15 വർഷക്കാലം ശശി തരൂർ മണ്ഡലത്തിൽ ഒന്നും ചെയ്തില്ല എന്നൊരു ക്യാമ്പയിനായിരുന്നു BJP ഉയർത്തിയത്. അത് CPM-ഉം അല്ലെ ഇടതുപക്ഷം ഏറ്റെടുത്തു. ഒരു പരിധിവരെ കോൺഗ്രസുകാർക്കും രഹസ്യമായി സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ക്യാമ്പയിനിൽ എല്ലാവരും വീണിട്ടില്ലേ? അത് ശശി തരൂരിന് കാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന ഒരു വോട്ടുകളിൽ ഒരു ചോർച്ച ഉണ്ടാക്കില്ലേ നഗരമേഖലയിലെങ്കിലും? ഇല്ല, ഞാൻ ഈ 15 വർഷമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ചെയ്തില്ല എന്നുള്ളത് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്താണ്. കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം നിങ്ങൾക്കെല്ലാം അറിയാം, ഒരു ലോക്സഭാ MPക്കും കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ശരി, എല്ലാ മണ്ഡലത്തിലും MP ഒന്നും ചെയ്തില്ല എന്ന പെർഫോമൻസ് അവലോകനമൊക്കെ നടന്നിരുന്നു.